കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഗൗതമിന്റെ അളകനന്ദയുടെ ഇന്നത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കണ്ടാലോ. അങ്ങനെ ഇന്നലെ നമ്മൾ കണ്ടു, ആകെപ്പാടെ പിങ്കി സമനില തെറ്റിയ പോലെ ആയിപ്പോയി. കാരണം തന്നെക്കുറിച്ചുള്ള സത്യങ്ങളൊക്കെ അർജുൻ അറിഞ്ഞു. അപ്പൊ ഇനി തനിക്ക് പിടിച്ചു നിൽപ്പില്ലെന്ന് മനസ്സിലായി. ഇവിടെ ഇനി അഭിനയം തുടരാൻ പറ്റില്ല. ഇന്ത്യവരത്തിൽ ഇത്രയും കാലം അർജുന്റെ മുന്നിൽ അഭിനയമായിരുന്നു. അങ്ങനെ തന്റെ അഭിനയമാണെന്നുള്ള സത്യം മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പൊ ഇനി ഇവിടുന്ന് രക്ഷപ്പെട്ടേ മതിയാകുള്ളൂ. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള അടുത്ത അടവുമായിട്ട് പിങ്കി നേരെ അരുന്ധതിയുടെ മഹേഷിന്റെ ഒക്കെ അടുത്തേക്ക് വരുവാണ്. പിന്നീട് പിങ്കി വന്നിട്ട് പറഞ്ഞു, അതെ ഇനി ഞാൻ ഇവിടെ ഒരു നിമിഷം പോലും നിൽക്കില്ല എന്ന് പറയാം. ഇത് കേട്ടോ അരുന്ധതി ചോദിച്ചു, നീ എന്താ മോളെ പറയണേ? അതെ, അർജുൻ എന്നെ വേണ്ട, അർജുൻ എന്നോട് താല്പര്യമൊന്നുമില്ല. ഇത്രയും കാലം അർജുൻ ഇല്ലായിരുന്ന സമയത്ത് പോലും ഞാൻ ഇവിടെ നിൽക്കുമായിരുന്നു. പക്ഷെ എന്തിനാ ഞാൻ ഇങ്ങനെ ഒരു ജീവിതം നയിക്കുന്നേ? എന്നെ ഉൾക്കൊള്ളാനായിട്ട് അർജുന് സാധിക്കില്ല എന്ന് പറയാം. ഇത് കേട്ടതും ലക്ഷ്മമ്മ എന്തേ പിങ്കിമോളെ അനാവശ്യം പറയരുത്. അർജുൻ മോൻ നല്ലവനാണ്, എനിക്ക് അവനെ നന്നായിട്ട് അറിയാവുന്ന. ദേ വല്യമ്മായി, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇത് ഞങ്ങളുടെ ജീവിത പ്രശ്നമാണ്. അറിയാലോ, എനിക്ക് അർജുനുമായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമില്ല. ഡിവോഴ്സ് കൊടുത്ത് ഞാൻ വേർപിരിയാൻ തന്നെ തീരുമാനിച്ചെന്ന് പറയാം. പെട്ടെന്ന് മഹേശ്വരൻ ചോദിച്ചു, നീ എന്ത് വർത്താനാ പിങ്കി പറയണേ? ഇത് പറയാൻ എളുപ്പമുള്ള കാര്യങ്ങളാ, അതൊന്നും ഒരിക്കലും പെട്ടെന്ന് പ്രാക്ടിക്കൽ ആകാൻ പറ്റില്ല എന്ന് പറയണം. ഇനിയിപ്പോ എന്തൊക്കെ ആരൊക്കെ പറഞ്ഞാലും ശരി, ഈ വീട്ടിൽ ഒരു നിമിഷം പോലും ഞാൻ ജീവിക്കില്ല. അല്ലെങ്കിൽ എന്തിന്റെ പേര് ഞാൻ ജീവിക്കണം? ആർക്ക് വേണ്ടി ജീവിക്കണം? എന്റെ പ്രതീക്ഷകളെല്ലാം പോയില്ലെന്ന് ചോദിക്കുകയാണ്. ലക്ഷ്മമ്മ ചോദിച്ചു, നിനക്ക് എന്ത് പ്രതീക്ഷ പിങ്കി? നിന്റെ എന്ത് പ്രതീക്ഷകൾ പോയെന്നാ? അർജുനില്ല ഇത്രയും കാലം ഇവിടെ ഇല്ലായിരുന്നല്ലോ, പിന്നെ ഇപ്പോഴല്ലേ വന്നത്. അങ്ങനെ വന്ന സമയത്തെങ്കിലും നീയും അർജുൻ മോനും നല്ല സ്നേഹത്തിലായിരുന്നല്ലോ ഇത്രയും ദിവസം, പിന്നെ ഇപ്പൊ പെട്ടെന്ന് എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ്. ആ സമയത്താണ് ഗൗതമും നന്ദയും കൂടെ അങ്ങോട്ട് വരുന്നേ. ഗൗതം കേട്ട് ഈ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നന്ദ ചോദിച്ചു, അല്ല എന്താ പിങ്കി ഇത്? നിനക്കിപ്പോ എന്താ ഇവിടെ പ്രശ്നം? നീ എന്താ ഇവിടുന്ന് പോവാന്ന് പറഞ്ഞേ? അതെ, ഇതെന്റെ കാര്യമാണ്, പറഞ്ഞു കേട്ടല്ലോ. അതുകൊണ്ട് ഇനി കൂടുതലൊന്നും പറയാനായിട്ട് പോകണ്ട. അതുകൊണ്ട് എനിക്കിനിയൊന്നും കൂടുതൽ പറയാനില്ലെന്ന് പറയാം. ഞാനൊരു തീരുമാനം എടുത്തു കഴിഞ്ഞു. ആ തീരുമാനത്തിന് ഇനിയിപ്പോ ഒരു വ്യത്യാസം ഇല്ലെന്ന് പറയാം. പെട്ടെന്ന് ഗൗതം പറഞ്ഞു, പിങ്കി നിനക്ക് അർജുനെ കുറിച്ച് അറിയത്തില്ലാഞ്ഞിട്ടാ, അവൻ നല്ലവനാ എന്ന് പറയണം. ഇതേ ഗൗതം, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്റെ കാര്യത്തിൽ കൂടുതൽ തലയിടാൻ വരണ്ട. എനിക്കറിയാം എന്ത് ചെയ്യണമെന്നുള്ളത്. എന്റെ കാര്യത്തിൽ കൂടുതൽ അഭിപ്രായം പറയാൻ ആരും വരണ്ടെന്ന് പറയണം. എല്ലാരും കൂടെ കൂടിയിട്ട് എന്റെ ജീവിതം ഈ വിധത്തിലാക്കി, എന്റെ ജീവിതം കുട്ടിച്ചോറാക്കി എന്ന് പറയാം. പെട്ടെന്ന് ഗൗതം ചോദിച്ചു, നിന്റെ ജീവിതം ആര് നശിപ്പിച്ചെന്ന് നീ പറയണേ? ഗൗതത്തിന് അറിയില്ലല്ലേ? ഗൗതത്തിനൊന്നും അറിയത്തില്ലല്ലേ? ഇനി ഞാനത് കൂടുതൽ വിശദീകരിക്കണമായിരിക്കും അല്ലേന്ന് ചോദിക്കുക. പെട്ടെന്ന് അരുതി പറഞ്ഞു, പോട്ടെ മോളെ, നീ ഒന്ന് സമാധാനപ്പെട്. നമുക്ക് സമാധാനമായിട്ട് ആലോചിക്കാം, സമയമുണ്ടല്ലോ. നീ ഇങ്ങനെ ഇടപെടിയുന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തല്ലെന്ന് പറയാ. അല്ലമ്മായി, ഞാൻ എന്തിനു വേണ്ടിയിട്ട് എവിടെ കാത്തിരിക്കണമെന്നൊക്കെ ചോദിക്കുക. ഒരു കാര്യം എല്ലാവർക്കും മനസ്സിലായി, പിങ്കിക്ക് എന്തോ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ പിങ്കി ഒരു കാരണവശാലും ഇങ്ങനെ പെരുമാറത്തില്ല. നന്ദി ഓർത്തു, ഇവൾക്ക് ഇത് എന്ത് പറ്റി? പെട്ടെന്ന് എന്തോ ഒരു സമനില തെറ്റുപോലെയാണ് പിങ്കിയുടെ പെരുമാറ്റം. എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. അതെന്താന്ന് മാത്രം നന്ദയ്ക്ക് മനസ്സിലായില്ല. പിന്നീട് നന്ദ പിങ്കിയുടെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, ബാ പിങ്കി, നമുക്ക് സംസാരിക്കാന്ന് പറയണേ. എനിക്ക് നിന്നോട് സംസാരിക്കാൻ താല്പര്യമില്ലെന്ന് പറയാ. പിങ്കി അമ്പിനും ബില്ലിനും പിങ്കി അടുക്കുന്നില്ല. അവസാനം അരുന്ധതി പറഞ്ഞ, ഒരു കാര്യം ചെയ്യ, അർജുനോടും കൂടെ ചോദിക്കട്ടെ അവന്റെ തീരുമാനം എന്താന്ന്. അവന്റെ തീരുമാനം കൂടെ അറിഞ്ഞിട്ട് നീ ഇവിടുന്ന് പോയാൽ മതി. പിന്നെ അവനാണല്ലോ നിന്റെ കഴുത്തിൽ താലി ചാർത്തിയിരിക്കുന്നത്. അങ്ങനെ പെട്ടെന്ന് ഒരു നിമിഷം നിനക്ക് അങ്ങോട്ട് ഇറങ്ങി പോകാൻ പറ്റുമെന്ന് ചോദിക്കുക. ഈ സമയത്താണ് അർജുൻ അങ്ങോട്ട് ഇറങ്ങി വരുന്നത്. അർജുനെ കണ്ടതും പെട്ടെന്ന് ലക്ഷ്മിയമ്മ എന്നിട്ട് ചോദിച്ചു, എന്താടാ അർജുൻ, എന്താ സംഭവം? ദേ പിങ്കിമോൾ ഇവിടെ വന്ന് എന്തൊക്കെയോ പറയുന്നു. അവൾ ഇവിടുന്ന് പോകുമെന്നോ നിൽക്കുന്നില്ലാന്നോ, എന്ത് പറ്റി? നിങ്ങൾ തമ്മിൽ എന്തേലും വഴക്കുണ്ടായെന്ന് ചോദിക്കാം. ഇത് കേട്ട അർജുൻ പറഞ്ഞു, ഇല്ല അമ്മായി, ഒരു വഴക്കുണ്ടായില്ല. പിന്നെ എന്താ പിങ്കിമോൾക്ക് പറ്റിയത്? അവൾ ഇവിടുന്ന് പോവാ, ഇനി ഇന്ത്യവരത്തിലേക്കില്ല, നീയുമായിട്ട് ഡിവോഴ്സ് ചെയ്യാൻ പോകുന്നു പറയുന്നത് കേട്ടു. ഇത് കേട്ട അർജുൻ പറഞ്ഞു, ഞാൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ല. ഇനിയിപ്പോ പിങ്കിക്ക് അങ്ങനെയാണ് താല്പര്യമെങ്കിൽ എനിക്ക് ഇവിടെ ആരും പിടിച്ചു നിർത്താൻ താല്പര്യമില്ലെന്ന് പറയാം. ഇത് കേട്ട അരുന്ധതി പറഞ്ഞു, അർജുൻ നീ എന്താ ഇങ്ങനെയൊക്കെ പറയണേ? പിന്നെ ഞാൻ എങ്ങനെ പറയണം? അവൾക്ക് താല്പര്യമില്ല എന്ന് പറയുന്നിടത്ത് എനിക്ക് അവളെ പിടിച്ചു നിർത്താൻ പറ്റുമോ? വല്യമ്മേ, ഒരു കാരണവശാലും പിടിച്ചു നിർത്താൻ പറ്റില്ല. നമ്മൾ എത്ര ഉന്തി മരം കയറ്റിയെന്ന് പറഞ്ഞാലും കൈ വിട്ട് കഴിയുമ്പോൾ താഴേക്ക് പോരത്തുള്ളൂ എന്ന് പറഞ്ഞ പോലെയാ. ഇനി പിങ്കിക്ക് എന്നോട് താല്പര്യം ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ എന്നെ വേണ്ടെന്നുണ്ടെങ്കിൽ അവൾ പോയിക്കോട്ടെ എന്ന് പറയാം. പെട്ടെന്ന് പിങ്കി അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, അങ്ങനെയല്ലല്ലോ, അർജുൻ അല്ലേ എന്റെ മൈൻഡ് ഇല്ലാത്ത. കാരണം പിങ്കി എല്ലാവരുടെ മുന്നിൽ ഒരു നാടകം കളിക്കാൻ തന്നെ തീരുമാനിച്ചു. അർജുൻ കാരണമാണ്. അർജുൻ തന്നെ മൈൻഡ് ചെയ്യാത്തോണ്ടാണ് താൻ ഇവിടുന്ന് പോകുന്നെന്നുള്ള രീതിയിൽ. പെട്ടെന്ന് അരുന്ധതി പറഞ്ഞു, അർജുമോൻ നിന്നെ മൈൻഡ് ചെയ്തെന്ന് ആര് പറഞ്ഞു? നീ ആണെങ്കിലും അർജുനെ സ്നേഹിക്കുന്നുണ്ടല്ലോ, പിന്നെ ഇപ്പൊ എന്താ കുഴപ്പമിരിക്കണെന്ന് ചോദിക്കാം. ഇത് കേട്ടതും പിങ്കി പറഞ്ഞ, സ്നേഹം അത് പുറമെയുള്ള അർജുന്റെ വെറും അഭിനയം മാത്രമാണെന്ന് പറയാം. ഇത് കേട്ടതും അർജുൻ പിങ്കിനെ രൂക്ഷമായിട്ടൊന്ന് നോക്കി, എല്ലാം വെട്ടി തുറന്ന് വിളിച്ചു പറഞ്ഞാലോ? ഇവളുടെ കപട മുഖംമൂടി അങ്ങോട്ട് വലിച്ചു കയറിയാലോ? പിന്നെ ഓർത്ത് വേണ്ട, ഇനിയിപ്പം തന്റെ മനസ്സിൽ ഇവളെ അത്രയ്ക്ക് താൻ സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ ഇവളാണ് ആ സ്നേഹം അറിയാതെ പോയിരിക്കുന്നത്. വെറുതെ എന്തിനാ എല്ലാവരുടെ മുന്നിൽ ഇവളെ നാണം കെടുത്തുന്നത്? അല്ലായിരുന്നെങ്കിൽ അഭിരാമി ഒറ്റിയതാന്നുള്ള കാര്യം താൻ എല്ലാവരും തുറന്നു പറഞ്ഞാൽ
തനിക്ക് ആരോടും അത് പറയാൻ പറ്റില്ല. ഒരു പക്ഷെ എല്ലാവരുടെ മുന്നിൽ നന്ദയടുത്ത് കുറ്റക്കാരിയായിട്ട് അങ്ങനെ നിൽക്കേണ്ട വരത്തില്ലായിരുന്നു. നന്ദ ഇനിയിപ്പോ ഇതിന്റെ പേരിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത്. കാരണം ഇപ്പോഴും ഗൗതമേട്ടനാണ് പിങ്കിയുടെ മനസ്സിൽ നിന്നുള്ള കാര്യം തനിക്ക് പുറത്തു പറയാൻ പറ്റില്ല. അല്ലെങ്കിലും അതെങ്ങനെ പറയും? താനൊരു പുരുഷനല്ലേ, ഇവളുടെ ഭർത്താവല്ലേ. അപ്പൊ ഇവളുടെ മനസ്സിൽ വേറൊരു ആളാണ്. അല്ലോ അത് ഇവിടെയുള്ള ഗൗതമേട്ടൻ തന്നെയാന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഇവരുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? എല്ലാവർക്കും കാര്യങ്ങളൊക്കെ അറിയായിരുന്നു. ഏതായാലും കല്യാണം കഴിഞ്ഞ ഇവളുടെ മനസ്സ് മാറിയെന്ന് വിചാരിച്ച എല്ലാവരും ഇരിക്കുന്നേ. അതുകൊണ്ട് എനിക്ക് പറയാനും പറ്റില്ലോ. അപ്പൊ ഗൗതം ഉണ്ടായിരുന്നു കഴിഞ്ഞപ്പോഴത്തേന് അരുന്ധതി പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക പിന്നീട് ഇപ്പൊ നീ പോവാൻ നോക്കണ്ട, നീ ഇവിടെ നിൽക്കുക. ഈ അരുന്ധതി വല്യമ്മയല്ലേ പറയുന്നേ, നമുക്ക് 2 ദിവസത്തിനുള്ള കാര്യങ്ങൾക്കൊക്കെ തീരുമാനം ഉണ്ടാക്കാം, നീ ഒന്ന് സമാധാനപ്പെട് എന്ന് പറയണം. പിങ്കി പറഞ്ഞു, അതെ എനിക്കിനി ഇതുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് പിങ്കി അങ്ങോട്ട് അകത്തേക്ക് കയറി പോവാ. ഈ സമയം അർജുന്റെ അടുത്തേക്ക് ഗൗതം വന്നിട്ട് പറഞ്ഞു, എന്താ അർജുൻ, എന്താ സംഭവം എന്ന് ചോദിക്കാണ്. ഒന്നുമില്ല എന്ന് പറയണം. നീ ഇങ്ങോട്ട് വന്നേന്ന് പറഞ്ഞ് അർജുനെ അങ്ങോട്ട് മാറ്റിക്കൊണ്ട് പോവാണ്. നീ കാര്യം എന്താന്ന് പറ, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും വഴക്കുണ്ടായോ? അതെന്തിനാ ഗൗതമേട്ടൻ അറിയണേ? എന്താ അങ്ങനെ പറഞ്ഞ് അല്ല, ഗൗതമേട്ടന്റെ കാര്യത്തിൽ ഞാൻ എന്തെങ്കിലും ചോദിച്ചു കഴിയുമ്പോഴത്തേനും ഗൗതമേട്ടൻ ഇങ്ങനെയൊന്നും അല്ല പ്രതികരിക്കുന്നത്. പിന്നെ എന്റെ ജീവിതത്തിനകത്തേക്ക് എന്തിനാ തലയിടാൻ വരണേന്ന് ചോദിക്കാം. ശരിക്കും പറഞ്ഞ അർജുന സങ്കടവും ദേഷ്യവും എല്ലാം വന്നു. ഗൗതമിന്റെ പേരിലാണ് ഇപ്പൊ ഈ വഴക്കുണ്ടാകുന്നുള്ള കാര്യം ഗൗതത്തിനോട്ട് അറിയത്തില്ലായിരുന്നു. ഈ സമയം നന്ദയ്ക്ക് ഒരു കാര്യം മനസ്സിലായി. അർജുന്റെ മനസ്സിൽ എന്തോ ഒരു വലിയ വേദന തട്ടിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരിക്കലും അർജുൻ ഇങ്ങനെ ആയിരുന്നില്ല. പിന്നീട് അർജുൻ അങ്ങോട്ട് മുറിയിലേക്ക് കയറിപ്പോവാ. ഈ സമയം അരുന്ധതി പറഞ്ഞു, എന്റെ ഭഗവാനെ, ഒരു പ്രശ്നം തീരുമ്പോ അടുത്ത പ്രശ്നം ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുമല്ലോ, എന്ത് പറ്റിയെന്ന് അറിയത്തില്ല. മഹേശ്വരൻ പറഞ്ഞു, എന്ത് പറ്റാനാ, ഇപ്പൊ എല്ലാവർക്കും വലിയ അഹങ്കാരമല്ലേ, താൻ എന്ന രീതിയല്ലേ, അല്ലെങ്കിൽ ഇവിടെ എന്തിന്റെ കുറവുണ്ടായിട്ടേ ഈ പെണ്ണുങ്ങൾക്കൊക്കെ ഇങ്ങനെയൊക്കെ തുടങ്ങണേ, ഇപ്പൊ തന്നെ കണ്ടില്ലേ. ഈ സമയം അരുന്ധതി പറഞ്ഞു, അർജുമോൻ അന്നാ ഭയങ്കര പാവം അവനായതുകൊണ്ടാ എപ്പോഴും ഇങ്ങനെ. ഇത് കേട്ടപ്പോ ലക്ഷ്മിയും പറഞ്ഞു, ശരിയാ അർജുമോനെ എനിക്കറിയാം, കാരണം ഗൗതത്തിനേക്കാളും ഒത്തിരി പാവമാണ് അർജുന്. അവന്റെ മനസ്സ് വല്ലാതെ പെട്ടെന്ന് തന്നെ അവന്റെ മനസ്സ് വല്ലാതെ നോവുന്ന ഒരാളാണ്. ഈ സമയം നന്ദയ്ക്ക് തോന്നി, താൻ അർജുനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണ്ടേയിരുന്നില്ല, അവനെ കൂട്ടിക്കൊണ്ട് വന്നുകൊണ്ടല്ലേ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. പാവം അവന്റെ മനസ്സ് നന്നായിട്ട് വേദനിച്ചിട്ടുണ്ട്. അവന് കാര്യമായിട്ട് എന്തോ ഒരു പ്രശ്നം സംഭവിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു കാരണവശാലും പിങ്കിയോട് അവന് ഇത്ര ഇതായിട്ട് ഇങ്ങനെ ദേഷ്യപ്പെടേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ ഒരു ചിന്ത ഉണ്ടാകുന്നുണ്ട്. പിന്നീട് പിങ്കി ആ പടം സമനില തെറ്റുപോലെ മുറിയിൽ പോയി ഇരിക്കുകയാണ്. ഈ സമയത്ത് അർജുൻ അങ്ങോട്ട് മുറിയിലേക്ക് കയറി വന്നു. പിങ്കി മൈൻഡ് ചെയ്തും കൂടെ ഇല്ല. പിന്നെ അർജുൻ പറഞ്ഞു, അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിനക്ക് മിക്കവാറും എന്നെ വേണ്ടായിരിക്കും, അതെനിക്ക് മനസ്സിലായി. പക്ഷേങ്കിൽ എന്റെ മനസ്സിൽ ഇപ്പോഴും നീ മാത്രമേ ഉള്ളൂ പിങ്കി. ഇന്ന് വരെ ഞാൻ വേറെ ആരെയും മനസ്സിലിട്ടുകൊണ്ട് നടന്നിട്ടില്ല. പിന്നെ നിന്റെ ഇഷ്ടം, നിനക്ക് ഡിവോഴ്സ് വേണം നിർബന്ധമാണെങ്കിൽ ഞാൻ ഒന്നിനും നിന്നെ ഇനി നിർബന്ധിക്കില്ല. എന്നെ സ്നേഹിക്കണമെന്ന് പറയാം, അങ്ങനെയൊന്നുമില്ല. എന്റെ എല്ലാം നിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ എന്ന് പറയാണ്. പിന്നീട് അർജുൻ അങ്ങോട്ട് പോവാണ്. അതിനുശേഷം അർജുൻ എന്ത് ചെയ്യാണ്, ഒരു മദ്യക്കുപ്പി ഒരു ഗ്ലാസ് ഒക്കെ എടുത്ത് മദ്യപിക്കാനായിട്ട് അങ്ങോട്ട് തുടങ്ങുവാണ്. കാരണം മനസ്സുള്ള വിഷമങ്ങളൊക്കെ കുറച്ച് സമയത്തെങ്കിലും ഒന്ന് മറക്കണമെങ്കിൽ മദ്യം കൂടിയാൽ മതിയാവണമെന്ന് അർജുന് തോന്നുവാണ്. അങ്ങനെ അർജുൻ മദ്യപിക്കാൻ തുടങ്ങുന്ന സമയത്താണ് പിങ്കി അങ്ങോട്ട് വരുന്നത്. പിങ്കി അല്ല, നന്ദ അങ്ങോട്ട് വരുന്നത്. ഈ കാഴ്ച കണ്ടെന്ന് നന്ദ പെട്ടെന്ന് ചോദിച്ചു, അർജുൻ നീ ഇതെന്താ കാണിക്കണേന്ന് ചോദിക്കും. ഇത് കേട്ടപ്പോൾ അർജുൻ പറഞ്ഞു, എന്ത് ചെയ്യാൻ നന്ദേ, എന്റെ അവസ്ഥ ഇതൊക്കെ ആയി പോയെന്ന് പറയാണ്. മദ്യം കൊണ്ടെങ്കിലും എന്റെ മനസ്സിലെ വിഷമങ്ങൾ ഞാനൊന്ന് മാറ്റട്ടെ എന്ന് പറയാണ്. അല്ല അർജുൻ ഇപ്പൊ എന്താ ഇതിന് മാത്രം പ്രശ്നം ഇരിക്കണേന്ന് ചോദിക്കാം. പ്രശ്നോ, എന്റെ പ്രശ്നം വളരെ വിചിത്രമായ പ്രശ്നമാ നന്ദേന്ന് പറയണ. എനിക്കറിയത്തില്ലാത്ത എന്താ പ്രശ്നമുള്ളേ? അതെ നന്ദയ്ക്കൊന്നും അതിനെക്കുറിച്ച് അറിയില്ല എന്ന് പറയാണ്. എന്റെ പ്രശ്നം ഞാൻ തന്നെയാന്ന് പറയാണ്. ഒരു പക്ഷെ അന്ന് നന്ദ വന്ന് വിളിച്ചപ്പോൾ ഞാൻ ഇങ്ങോട്ട് വരേണ്ടിയിരുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ അവിടെ സന്തോഷത്തോടു കൂടി അവിടെ ജീവിച്ചേനെന്ന് പറയാം. പെട്ടെന്ന് നന്ദ പറഞ്ഞു, അതിനിപ്പോ എന്താ പ്രശ്നം ഉണ്ടായത്? പിങ്കിയും അർജുൻ തമ്മിൽ നല്ല സ്നേഹത്തിലല്ലായിരുന്നോ? സ്നേഹം പോലും അതൊക്കെ പുറമേ ഉള്ളൊരു അഭിനയം മാത്രമല്ലേ, അങ്ങനെയൊന്നുമില്ല. ഞങ്ങളിപ്പോൾ രണ്ടുപേരും രണ്ടായിട്ടാണ് കഴിയണേന്ന് പറയാം. ഇത് കേട്ട നന്ദ വെച്ചു, അത് സത്യവാ നന്ദ പറഞ്ഞത്. കാരണം എന്റെ മനസ്സിലെ പിങ്കിയുള്ളൂ, പിങ്കിയുടെ മനസ്സിൽ ഞാനില്ല എന്ന് പറയാണ്. അതൊക്കെ വെറും അർജുന്റെ തോന്നലല്ലേന്ന് ചോദിക്കുകയാണ്. തോന്നലല്ല, സത്യമായിട്ടുള്ള കാര്യമാണ്. അവളത് എന്നോട് പറയുകയും ചെയ്ത കാര്യമാണ്. കാരണം അവൾക്ക് ഈ വിവാഹത്തിന് ഒട്ടും സമ്മതമല്ലായിരുന്നു. കാരണം എന്താണെന്നറിയോ, അവളുടെ മനസ്സിലെ ഗൗതമേട്ടനായിരുന്നു പറയാണ്. ഇത് കേട്ടെന്ന് നന്ദയൊന്നും ഞെട്ടി. എല്ലാം അർജുൻ തുറന്നു പറയാണ്. നന്ദ പറഞ്ഞേ ഇപ്പോഴങ്ങനെയൊന്നും ഇല്ലാന്ന് പറയണം. ആര് പറഞ്ഞ അങ്ങനെയില്ലാന്ന്? അവളുടെ മനസ്സിൽ ഇപ്പോഴും ഗൗതമേട്ടൻ തന്നെയാ. ഇനി അവളത് മരിച്ചാലും അവളുടെ മനസ്സിൽ നിന്ന് മായാൻ പോകുന്നില്ലെന്ന് പറയാം. ഇത് കേട്ടെന്ന് നന്ദ പറഞ്ഞു, ഇല്ല അർജുൻ, ഇപ്പോഴങ്ങനെയൊന്നും ഇല്ല. ഗൗതമേട്ടൻ അങ്ങനെയൊന്നും ഇല്ലായിരിക്കും, പക്ഷെ പിങ്കിക്ക് അങ്ങനെയല്ല. ഒരിക്കലും അവൾക്ക് ഇനി എന്നെ ഭർത്താവായിട്ട് സങ്കല്പിക്കാൻ പോലും കഴിയില്ല. ഗൗതമേട്ടന്റെ സ്ഥാനത്തേക്ക് അവൾ മറ്റാരെയും പ്രതിഷ്ഠിക്കില്ല. അതെനിക്ക് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഇനിയിപ്പം അവൾ ഈ വീട്ടിൽ നിന്ന് പോവാണെ പോയിക്കോട്ടെ. നന്ദയ്ക്കും ഗൗതമേട്ടനെങ്കിലും സ്വസ്ഥതയോടെ ഒരു ജീവിതം കിട്ടുമല്ലോ, അത് മതി എനിക്കെന്ന് പറയാണ്. ഇത് കേട്ട നന്ദയ്ക്ക് വല്ലാത്ത വിഷമമായിപ്പോയി. എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്തൊരവസ്ഥ. അങ്ങനെ 1-2 ദിവസം അങ്ങോട്ട് കഴിഞ്ഞ് പോവാണ്. വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് അങ്ങോട്ട് പോവാണ്. പിന്നെ കാണിക്കുന്ന നന്ദ ഇങ്ങനെ ഹാളിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനുമാണ് അവിടേക്ക് ഒരു സ്ത്രീ വരുന്നത്. ഒരു സ്ത്രീ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
സാരി എന്ന് പറഞ്ഞ കാവി കളർ സാരിയൊക്കെ കൊടുത്ത് കഴുത്തിലൊരു രുദ്രാക്ഷ മാലയൊക്കെ ഇട്ട് മുടിയൊക്കെ ഇങ്ങനെ മോളിൽ കെട്ടിവെച്ച് അവരിങ്ങോട്ട് വരുന്നുണ്ട്. ചെറുപ്പക്കാരിയാണ്. അവരിങ്ങനെ വന്നിരിക്കുമ്പോൾ നന്ദയ്ക്ക് ആരാന്ന് മനസ്സിലായില്ല. ആ സമയം ഗൗതമും കൂടെ അങ്ങോട്ട് വരുന്നു. ഗൗതം ചോദിച്ചു ആരാ എന്താന്നൊക്കെ ചോദിക്കുകയാണ്. അല്ല അർജുന്റെ വീടല്ലേ ഇതെന്ന് ചോദിക്കുകയാണ്. അതെ അർജുന്റെ വീടാ, എനിക്ക് അർജുനെ ഒന്ന് കാണണം എന്ന് പറയാം. ഇത് കേട്ടതും ഗൗതം നന്ദയെ പരസ്പരം നോക്കി. അപ്പോഴാണ് പിങ്കി അങ്ങോട്ട് ഇറങ്ങി വരുന്നത്. പിങ്കി ഇവരെ കണ്ടിങ്ങനെ കണ്ണും പിടിയും നോക്കണം. ആരാ എന്താന്ന് മനസ്സിലായില്ല. ഈ സമയം നന്ദ പറഞ്ഞു അതെ അർജുനെ അന്വേഷിച്ച് വന്നാന്ന് പറയണം. ഇത് കേട്ടും പിങ്കിയിലൊരു ഞടുക്കുണ്ടായേക്കുവാണ്. ഇതാരാ എന്താന്നും അറിയത്തില്ല കേട്ടോ. ഇന്നത്തെ ഫുൾ വിശേഷം വന്നു കഴിയുമ്പോൾ പറയാട്ടോ. അപ്പൊ ഇന്ന് ഫുൾ വിശേഷം മിക്കവാറും ലേറ്റ് ആയിട്ടായിരിക്കും വരുന്നത്. അത് എപ്പോൾ വന്നാലും അപ്പൊ തന്നെ ഞാനിത് ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യട്ടോ. ഇത് പ്രമോ വിശേഷം കൊണ്ട് ഉൾപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.